ബിസിനസ് ചെയ്യാൻ ഇന്ന് സ്ട്രഗിൾ ചെയ്യുന്ന നൂറുകണക്കിന് ആൾക്കാരുണ്ട്. ഞാൻ കടന്നുപോയ അതേ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന നൂറുകണക്കിന് ആൾക്കാരുണ്ട്. ഒത്തിരി പേരുണ്ട്. ജീവിതത്തിൽ എന്തെങ്കിലും ആത്മാർത്ഥമായിട്ട് ചെയ്യണം, എന്നാൽ എന്ത് ചെയ്യണമെന്ന കാര്യത്തിൽ ഒരു വ്യക്തതയില്ല. എന്നാൽ വലുതായിട്ട് പ്രവർത്തിക്കാനും കഠിനാധ്വാനം ചെയ്യാനും ഒക്കെ മനസ്സുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. അതെ അതെ. അപ്പോൾ അവർക്ക് ഒരു സഹായം ചെയ്യണമെന്ന് എനിക്ക് വളരെ വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതിനാണ് നമ്മൾ യഥാർത്ഥത്തിൽ ഫ്രാഞ്ചൈസി മോഡൽ ഓപ്പൺ ആക്കിയിരിക്കുന്നത്. ഫ്രാഞ്ചൈസി മോഡലാണ് തീർച്ചയായിട്ടും. അതിൻ്റെ ഏറ്റവും വലിയെന്ന് പറഞ്ഞാൽ അതൊരു നമ്മളോട് ഇപ്പം നമ്മളുടെ കൂടെ സഹകരിക്കുന്ന ആൾക്കാരുടെ യഥാർത്ഥത്തിൽ ഒരു വലിയ പ്രശ്നമാണ് നമ്മൾ സോൾവ് ചെയ്ത് കൊടുക്കുന്നത്. എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ലാതെ നിൽക്കുന്ന ആൾക്കാർക്ക് ഇതാ ഒരു പസിൽ സോൾവ് ചെയ്യലാണ്. അതെ അതെ അതെ. കാരണം ഈ ബിസിനസ്സിൽ ഇപ്പം നമ്മുടെ പാർട്ടാകുമ്പോൾ അവർക്ക് കിട്ടുന്ന കുറേ അഡ്വാൻറ്റേജസ് ഉണ്ട്. ഒന്ന്, ചെയ്യേണ്ട കാര്യത്തിൽ വ്യക്തത വരും. പിന്നെ ഒരു തുടക്കക്കാരൻ, ഇപ്പം ഞാൻ ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഞാൻ ഒരുപാട് പ്രശ്നങ്ങൾ ഞാൻ കൺഫ്രണ്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ മുമ്പിൽ ഒരുപാട് നമ്മളിപ്പോൾ അറിയാത്തൊരു വിഷയത്തിലേക്ക് നമ്മൾ വരുമ്പോൾ നമ്മൾ പകച്ചു നിൽക്കുന്ന നൂറുകണക്കിന് വിഷയങ്ങളുണ്ട്. അതെല്ലാം നമ്മൾ സോൾവ് ചെയ്താണ് ഫൈനലി സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു ബിസിനസ് മോഡലായിട്ട് അത് മാറുന്നത്. ഇപ്പം നമ്മളുടെ ഒരു ബിസിനസ്സിൽ ഇപ്പം ഇന്ന് നമ്മളോട് കൊളാബറേറ്റ് ചെയ്യുന്ന ആൾക്കാർ, അന്ന് ഞാൻ നേരിട്ട ഒരു പ്രശ്നങ്ങളും അവർ നേരിടുന്നില്ല. ഇന്ന് ഒരു തുടക്കക്കാരൻ, ഇപ്പം നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, തെറ്റുകളിൽ നിന്നാണ് നമ്മൾ കാര്യങ്ങൾ പഠിക്കുന്നത്, ഓരോ മിസ്റ്റേക്സ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. പക്ഷെ നമ്മളുടെ ഫ്രാഞ്ചൈസിയിൽ അസോസിയേറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് നമ്മൾ അങ്ങനത്തെ ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കുന്നില്ല. കാരണം ഓരോ കാര്യങ്ങളും പ്രോപ്പറായിട്ട് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യത്തിൽ നമ്മൾ കൃത്യമായ ഗൈഡൻസ് കൊടുക്കുന്നുണ്ട്. ഞങ്ങൾ അന്ന് ചെയ്ത ഒരു തെറ്റുകളും അവർ ഫേസ് ചെയ്യേണ്ടി വരുന്നില്ല. അപ്പോൾ അതൊക്കെയാണ് ഈ ഒരു ഫ്രാഞ്ചൈസി മോഡലിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് ആയിട്ട് അതാണ് കാണുന്നത്. കാരണം നമ്മളൊരു സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു പ്രൊജക്റ്റ് നടക്കണമെങ്കിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ ഒത്തുവരണം. ഒത്തുവന്നു കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ. ഇപ്പം നമ്മളെ ഒരാൾ കോൺടാക്ട് ചെയ്യുമ്പോൾ നമുക്ക് A to Z കാര്യങ്ങൾ നമ്മൾ കൊടുക്കുന്നത്. ഇപ്പോൾ ഒരു അകത്തുള്ള കാര്യങ്ങൾ മാത്രമല്ല നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്നത്. ഇവന് ലൊക്കേഷൻസ്, കാര്യങ്ങൾ, ഓരോ നമ്മളിപ്പോൾ പല സ്ഥലങ്ങളിൽ ഔട്ട്ലെറ്റ് ഓപ്പൺ ആക്കി കഴിഞ്ഞപ്പോൾ നമ്മളുടെ എക്സ്പീരിയൻസിൽ നമ്മൾ മനസ്സിലാക്കിയ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇന്ന് നമ്മൾ ഒരു 40 ഔട്ട്ലെറ്റ്സ് നമ്മൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു 50 ഔട്ട്ലെറ്റ്സ് നമ്മൾ ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ 50 സ്ഥലത്തും 50 സ്റ്റോറികൾ നമ്മൾ കണ്ടിട്ടുണ്ട്, 50 സാഹചര്യങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇന്നൊരു പുതിയ ലൊക്കേഷനിലോട്ട് പോകുമ്പോൾ നമ്മൾ ഇതെല്ലാം കൂടെ വെച്ചിട്ടാണ്, നമുക്ക് ആ എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. ഇവരെ സംബന്ധിച്ചിടത്തോളം വളരെ ഹെൽപ്ഫുള്ളാണ്. കാരണം അവരൊരു പ്രശ്നത്തിലേക്കാണ് പോകുന്നതെങ്കിൽ നമുക്ക് അവരെ തടയാൻ പറ്റും. അപ്പോൾ നമ്മളുടെ എക്സ്പീരിയൻസ് അവർക്ക് വളരെ ഹെൽപ്ഫുൾ ആകുന്നുണ്ട്. ശ്യാം, ഇപ്പോൾ ഇത്രയും വർഷമായിട്ട് ഒരു സക്സസ്ഫുൾ മോഡൽ അല്ലെങ്കിൽ സക്സസ്ഫുൾ ബിസിനസ്സാണ് ജനങ്ങളിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാനൊരു ഈ ഒരു ഫ്രാഞ്ചൈസി എടുക്കുകയാണെങ്കിൽ എത്രയാണ് അതിൻ്റെ ഒരു ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നത്? നമുക്ക് 2.5 ലക്ഷം രൂപ മുതലാണ് ഫ്രാഞ്ചൈസി സ്റ്റാർട്ട് ചെയ്യുന്നത്. ഡിഫറെൻറ്റ് പാക്കേജസിന് ഡിഫറെൻ്റ് ആയിട്ടുള്ള റേറ്റ്സ് ഉണ്ട്. അത് നമ്മൾ സെലക്ട് ചെയ്യുന്ന ലൊക്കേഷൻ അനുസരിച്ചിട്ട് നമ്മൾ നിർബന്ധമായിട്ട് സെലക്ട് ചെയ്യേണ്ട പാക്കേജസും ഉണ്ട് നമുക്ക്. അത് നമ്മൾ എവിടെ